ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ആട് 3 ഇറങ്ങി 7-ാം ദിനമാണിന്ന്. ബുധനാഴ്ച ദിനത്തിൽ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് 1458ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 90,800ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 25% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ട്രാക്കിംഗ് മുഖാന്തരം 1,52,00,000 രൂപയോളമാണ്. അതായത് 1,65,00,000 രൂപ വരെ ആയിരിക്കാം ട്രാക്കിങ്ങിലൂടെ ഇന്ന് ഫൈനലായിട്ട് വരാൻ പോകുന്നത്. വലിയ ഇടിവ് തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിനങ്ങളിൽ ഇടിവുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ സിനിമയ്ക്ക് ഫൈനലായി വന്നത് 2,40,00,000 രൂപയായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം തിങ്കളാഴ്ച 3,21,00,000 രൂപയായിരുന്നു ട്രാക്കിങ്ങിലൂടെ വന്നത്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ 34 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. ഒപ്പം വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ 100 കോടി അടിച്ചു എന്നുള്ളത് ഒഫീഷ്യലായി പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്നത്തോടെ സിനിമ 105 കോടി റേഞ്ചിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആട് ഒരു മികച്ച വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 65 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ. 65-നും 70-നും ഇടയിലായിരിക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമയ്ക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം കൂടെ ചേർത്ത് ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ ഈ വരുന്ന ശനി ഞായർ ദിനങ്ങളിൽ വീണ്ടും തിരക്ക് കൂടും എന്നുള്ളത് ഉറപ്പിക്കാം. ഒപ്പം കേരളത്തിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു 5 കോടിക്ക് മുകളിലായിരിക്കാം ശനിയാഴ്ച വരാൻ പോകുന്ന ഞായറാഴ്ചയും ചേർന്ന് 10 കോടിക്ക് മുകളിൽ അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 20 കോടിയോളമാണ്, അല്ലെങ്കിൽ 25 കോടിയോളം 2 ദിവസങ്ങൾ കൊണ്ട് വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 150 കോടിയും കടന്ന സിനിമ മുന്നോട്ട് പോകും. എന്തായാലും അടിച്ച് പൊളിച്ച് തന്നെയാണ് ആടിൻ്റെ വരവ്. വേറെ എതിരാളികൾ തീരെയില്ല. അടുത്ത ദിവസം നിവിൻ പോളിയുടെ സിനിമ വരുന്നുണ്ട്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും വേറൊരു സിനിമയ്ക്കും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ജോണർ തന്നെയാണ് അട്രാക്ഷനായി നിൽക്കുന്നത്. സാധാരണ ആളുകൾക്കൊക്കെ തൃപ്തിപ്പെടുന്ന ലെവലിലാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നു എന്നല്ല, ഇപ്പോഴും സിനിമയ്ക്ക് മിക്സ്ഡ് റിവ്യൂ തന്നെയാണ് വരുന്നത്. പലർക്കും ഇഷ്ടപ്പെട്ടില്ല, ചിലർക്ക് ഇഷ്ടപ്പെടുന്നു, അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഒരു സാധാരണ ഒരു കോമഡി ലെവലിലുള്ള സിനിമ സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തത അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് പറയാനുള്ള ചിത്രം തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം ഗ്രേറ്റ് മീഡിയാസ്.